അമ്മ 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 ആരാടോ അമ്മ അമ്മ ദൈവമേ, ഞാൻ അറിയാതെ എന്നേക്കാ മൂത്ത ഒരു ചെറുക്കൻ എനിക്കുണ്ടായോ? சொல்லியது അമ്മ ഒറിജിനൽ അമ്മ അല്ല. എടോ, തോൻ എന്ത് വൃത്തിയോടെ പറയുന്നേ? അപ്പൊ തന്റെ തന്ത രണ്ടാമത് കെട്ടിക്കൊണ്ടുവന്നാണോ എന്നെ? അമ്മ എന്നെ சொல்ற ബഹുമാനത്തെ കൂപ്പിടുற അമ്മ. ബഹുമാനം കൊണ്ട് ഇച്ചിരി പോന്നൊരു പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മ അമ്മ എന്ന് വിളിക്കാൻ നാണോ ഇല്ലടോ? കുട്ടീന്ന് വിളിക്കടോ. പാട്ടി അല്ല, കുട്ടി. പാട്ടി കുട്ടി. മാ ഞാൻ കൈ നോക്കി അമ്മ. കൈ നോക്കിന്ന് പറഞ്ഞിട്ട് വായിലോട്ടാണല്ലോ നോക്കുന്നേ. അമ്മ ഞാൻ അമ്മയുടെ മുഖം പാത്ത് പലതും പറയും. അങ്ങനെ തനിക്ക് പലതും പറയാൻ തോന്നിയുണ്ടല്ലോ, എന്റെ വായിരിക്കുന്ന മുഴുവൻ കാര്യം കേൾക്കേണ്ടി വരും. உங்களுக்கு ഈ മിഥുനത്തിലെ മാംഗല്യം കിടക്കോ? மாங்கல்யம் கிடக்கும். இந்த கெட்டாமோட பையனுக்கு பேர் வரை சொல்ற. ஏதாவது தட்சிணை கொடுமா? എന്റെ കല്യാണം നടക്കും. പിന്നെ കെട്ടാമോടെ പയ്യന്റെ പേര് ഞാൻ പറയാം. ഏതാവത് ദക്ഷിണ കൊടുമ്മാ. ഈ ദക്ഷിണ തരണമെങ്കിൽ ഇപ്പം എന്റെ കെട്ടിയോൻ വന്നിട്ട് വേണം പൈസ മേടിച്ച് തരാൻ. കല്യാണം പണിയാച്ചാ? അയ്യടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി തിരിയണ്ട. അങ്ങേര് വന്നാ നല്ലത് കിട്ടും. ചുമ്മാ ഇരിക്കണേ, എന്നെ വന്നിട്ട് അയാൾ എന്തിനു തല്ലണേ? അതെ, അങ്ങേർക്ക് ഇച്ചിരി സംശയ രോഗമുണ്ട്. സംശയമാ? ഉടുത്ത തുണിയെ പോലെ അങ്ങേർക്ക് സംശയമാണ്. ഓ കടവുളേ, സാരയില്ലമ്മ, സാരയില്ല. നാം ഏതാവത് ഒരു ഏലസ് കെട്ടി അമ്മാവിടെ കയ്യിൽ വെച്ച് തരട്ടെയാ. അമ്മ അവിടെ ഈ ഭാഗ്യരേഖകളൊക്കെ വരും. ഇന്നത്തെ മാടി മാടി വരും. ഇന്റെ കഷ്ടപ്പാടുകളൊക്കെ മാറും. ഏതാവത് ദക്ഷിണ കൊണ്ടമ്മ. ദക്ഷിണ ഈ ഊരിക്ക് എല്ലാ പെണ്ണുങ്ങളും എനിക്ക് സെലിബ്രിറ്റി അമ്മ. ഞാൻ സെലിബ്രിറ്റി? നിങ്ങള് സെലിബ്രിറ്റിയാ? സെലിബ്രിറ്റി സെലിബ്രിറ്റി സെലിബ്രിറ്റി. ഇത് ഭാഗ്യരേഖ എല്ലാമേ കൊണ്ടുവരെ. ഓക്കെ, ആരാമാ? ഞാനാണോ? ആരാത്? ഞാനാണോ? ഓ, ഇത് നിനക്ക് സെലിബ്രിറ്റി ആയിരിക്കും. ഇതെന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണോ ഇത്? ആരുടെ ഇത്? ആരാത്? അതെ ചേട്ടാ, അയാള് പിന്നെ കൈ നോക്കാൻ വേണ്ടി വന്നതാ. വന്നേ അയാള് എന്നെ നോക്കി ലക്ഷണം പറയുവാണേ. എനിക്ക് മിഥുനത്തെ കല്യാണം നടക്കുമെന്ന്. ഇത് സ്ഥിരം പരിപാടിയായി. ചുണ്ടത്ത് ലിപ്സ്റ്റിക് തച്ച തത്തമായിട്ട് ഇറങ്ങാൻ എന്നെ 4 സെന്റിന്ന്. എന്ത് വേണേ சொல்றீங்க? എന്റെ തത്തമ്മയെ சொல்றீங்க സക്സസ് ആയിക്കില്ലടേ. തീരിട്ട് മൂഞ്ചി. അയ്യോ, കാശ് കൊടുക്കടാ. മോന്തേട്ടാ വന്നിട്ട് ഇവന്മാരുടെ സ്ഥിരം പരിപാടി എന്നാന്നറിയുമോ? പെണ്ണുങ്ങളുടെ അടുത്ത് കൂടി നിൽക്കും. എന്നിട്ട് അടുത്ത് നിന്നിട്ട് മാല പൊട്ടിച്ചോണ്ട് ഓടും. എടി, ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോ അവൻ കഴുത്തിന് നേരെ കയ്യുമായിട്ട് വന്നത് നീ കണ്ടില്ലായിരുന്നു? കണ്ടായിരുന്നു. എന്നിട്ടാണോ നീ മിണ്ടാതിരുന്നത്? അത് ശരി, എനിക്കിപ്പോ കാര്യം പിടികിട്ടി. എനിക്ക് ഈ കുടുംബത്തെ സൗന്ദര്യമില്ല. അതുകൊണ്ട് നീ കണ്ണി കണ്ണ ആണുങ്ങളുടെ ഒക്കെ നീ വിളിച്ചു കയറ്റി നീ ശൃംഖലയിലടി. ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. പിന്നെ ചേട്ടൻ ചുമ്മാ എപ്പോഴും ഇങ്ങനെ പറയരുത് സൗന്ദര്യമില്ല സൗന്ദര്യമില്ലെന്ന്. ചേട്ടന് നല്ല സൗന്ദര്യമുണ്ട്. ശരിക്കും കണ്ടാലുണ്ടല്ലോ ഒരു തമിഴ് നടന്റെ ചായ. നീ ഒന്നും മിണ്ടായിരിക്കണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ഏതോ പാണ്ടിക്കേണ്ടതാണെന്ന് പറഞ്ഞോണ്ട് എന്റെ അമ്മേനെ അപ്പൻ്റെ അടുത്ത് എന്നും ഇടിയാ. നീ ഇതിങ്ങളെ കെട്ടിട്ട് ഇടിയുടെ എണ്ണം കൂട്ടാൻ. അല്ല, അതൊക്കെ പോട്ടെ. എടി, ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ഈ വീടിന് പുറത്തേക്ക് വരണം നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇപ്പൊ എവിടെ പോയിട്ട് വരുവാടി? അത് ഞാനേ നമ്മുടെ പഞ്ചായത്ത് കുളത്തിലൊന്നും കുളിക്കാൻ പോയതാ. എന്റെ ദൈവമേ, പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാനോ? നീയോ വീടിന് പുറത്തിറങ്ങണെന്ന് പറഞ്ഞ നീ പഞ്ചായത്ത് കുളത്തിൽ എന്താടി കുളിക്കാൻ പോയോ? എന്റെ ചേട്ടാ, അപ്പോഴല്ലേ നിങ്ങളുടെ അമ്മ വന്ന് പറഞ്ഞത് ഇവിടെ പൈപ്പിൽ വെള്ളം ഇല്ലെന്ന്. എന്നാ അടിക്കാൻ പാടില്ലായിരുന്നോ? പൈപ്പിൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞതിന് ഭർത്താവിന്റെ അമ്മയെ തല്ലി എന്നുള്ള പേര് എനിക്ക് കേൾക്കാൻ വയ്യ. എന്റെ അമ്മേനെ തല്ലുന്ന കാര്യമല്ല പറഞ്ഞേ, നിനക്ക് മോട്ടടിക്കാൻ പാടില്ലായിരുന്നോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനിയിപ്പൊ മോട്ടർ അടിച്ചില്ലെങ്കിലും വെള്ളം ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. ഈ പഞ്ചായത്ത് കുളത്തിൽ പോയി കുളിക്കുന്നുണ്ടല്ലോ, ഭയങ്കര നൊസ്റ്റാൾജിയായിട്ടാ. നിനക്ക് എനിക്കറിയാം, നിനക്ക് നൊസ്റ്റാൾജിയൊക്കെയുള്ള ആളാന്നുള്ളവരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി നീ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാൻ പോയാ ഞാൻ ഊളിയിട്ട് വന്നതിനെ കാച്ചു കുത്തിയാൻ കുത്തുന്നു. മനസ്സിലായിട്ട് എനിക്ക്? നീ പോവീ പോണി. നീ നൊക്ലാച്ചിയ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് സൗന്ദര്യമില്ല, നിനക്ക് നൊക്ലാച്ചിയ. ഒപ്പം നീ കേട്ടോ.